മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. നമ്മളന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടിരുന്നു, ഈ ഡയഗ്രാം ചോദിച്ചിരുന്നു, അതിൻ്റെ ഭാഗങ്ങൾ അടപ്പെടുത്താനും ചോദിച്ചിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കിടക്കാം. നമ്മളന്ന് കണ്ടു കഴിഞ്ഞു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓർക്കുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന്, പ്രൈമറി സെക്സ് ഓർഗാൻ, അതാണ് ഓവറി. ഇപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ട് ഓവറിയാണ്. സെക്കൻഡറി സെക്സ് ഓർഗാൻസ്. സെക്കൻഡറി സെക്സ് ഓർഗാൻസ് എന്ന് പറയുമ്പോൾ അതിൽ എ ഉണ്ട്, അസസറി ഡെക്സ്. അസസറി ഡെക്സ് തന്നെ അതിൽ പലതുണ്ട്. അതിലൊന്ന് എ പെയർ ഓഫ് ഓവിഡെക്സ് ആണ്, ഒരു ജോഡി ഓവിഡെക്സ്, അല്ലെങ്കിൽ അതിനെ ഫലോപ്പിയൻ ട്യൂബ്സ് എന്നും പറയും, അണ്ഡവാഹിനി എന്ന് പറയും. ഇനി രണ്ട്, അതൊരു സാക്കാണ്, അതിനെ യൂട്രസ് എന്ന് പറയാം. മൂന്ന്, സെർവിക്സ്. നാല്, വജൈന. അപ്പോൾ ഇതാണ് അസസറി ഡക്ട്. നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോഴും നമ്മൾ അസസറി ഡക്ട് പഠിക്കുകയുണ്ടായി. അതേപോലെ ഇവിടെയും അസസറി ഡക്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് മെയിൻ പാർട്ട് ഓവറിയാണ്, പിന്നെ സെക്കൻഡറി സെക്സ് ഓർഗാൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഓവറി, അസസറി ഡക്ട്, അതിൽ എ പെയർ ഓഫ് ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, ദെൻ വജൈന. ഇനി തേർഡ് വൺ, ഇനി ഇതിനകത്താണ് എ പാർട്ട് അസസറി ഡക്ട് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ തന്നെ ബി പാർട്ടുണ്ട്, അതാണ് അസസറി ഗ്ലാൻസ്. അത് നമ്മൾ നേരത്തെ അവിടെ പഠിക്കുകയുണ്ടായി. അതേപോലെ ഇവിടെയും അസസറി ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥികളുണ്ട്. പക്ഷേ അസസറി ഗ്ലാൻസ് ഇവിടെ ഒന്നേ ഉള്ളൂ, അത് മാമറി ഗ്ലാൻസ് ആണ്. മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ് ആണ് മാമറി ഗ്ലാൻസ്. നമ്മൾ പണ്ട് മമേലിയ പഠിച്ചപ്പോഴും മാമറി ഗ്ലാൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത്, അപ്പം നമ്മൾ 1 പഠിച്ചു, 2 പഠിച്ചു, ഇനി 3, എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അത് നമ്മളവിടെ പറയുകയുണ്ടായി, എക്സ്റ്റേണൽ ജെനിറ്റേലിയ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വൾവ, VULVA. അപ്പോൾ ഓർക്കുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് ഇങ്ങനെയും പറയാം. ഒന്ന് ഓവറി, 2 അസസറി ഡക്ട് എന്ന് പറയുമ്പോൾ പെയർ ഓഫ് ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന, പിന്നെ അസസറി ഗ്ലാൻഡ്, മാമറി ഗ്ലാൻസ്, ദെൻ എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ വൾവ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ശ്രദ്ധിക്കുക, ഓവറി. നമുക്കറിയാം ഓവറി എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ്. അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ എന്ന് പറഞ്ഞാൽ ഓവറിയാണ്. അതിനെ പ്രൈമറി സെക്സ് ഓർഗാൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, സെക്സ് ഓർഗാൻ എന്ന് പറയുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കേണ്ടത് സെക്സ് ഗാമീറ്റാണ്. അപ്പോൾ ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാനായ ഓവറി ഉൽപ്പാദിപ്പിക്കുന്നത് ഫീമെയിൽ ഗാമീറ്റാണ്. ആ ഫീമെയിൽ ഗാമീറ്റാണ് എഗ്ഗ അല്ലെങ്കിൽ ഓവം. അപ്പം ഓവറിയുടെ ഫങ്ഷനാണ് പ്രൊഡ്യൂസ് എഗ് ഓർ ഓവം, ആൻഡ് ആൾസോ ഇറ്റ് പ്രൊഡ്യൂസസ് ഓവേറിയൻ ഹോർമോൺസ്. അതും ഇതിൻ്റെ റോള് തന്നെയാണ്, ഓവേറിയൻ ഹോർമോൺസ്. അതൊക്കെ നമ്മളിനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഗ്രോത്തിനും അതിൻ്റെ ഫങ്ഷനും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഓവറിയുടെ ഫങ്ഷൻ, ഓവറിയാണ് മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ, പ്രൊഡ്യൂസ് എഗ് അല്ലെങ്കിൽ ഓവം, ആൻഡ് ആൾസോ ഓവേറിയൻ ഹോർമോൺസ്. ഇനി ഈ ഓവറിയുടെ സ്ഥാനം എന്താണ്? ഓവറി, എ പെയർ ഓഫ് ഓവറീസ് ആണ് ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡമൻ ഇൻ ഫീമെയിൽ. ലോവർ അബ്ഡമൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോഡി എന്ന് പറയുമ്പോൾ ട്രങ്കാണ്, അത് മേളിൽ തൊറാസിക് ക്യാവിറ്റി, താഴെ അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പോൾ ആ അബ്ഡോമിനിൻ്റെ 2 സൈഡിലായിട്ട് ഉള്ളിലായിട്ടായിരിക്കും ഇത് കാണപ്പെടുക. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്താണ്? ലൊക്കേറ്റഡ്
on each side of lower abdomen and attached to the pelvic wall. പെൽവിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗമാണ്, താഴെയുള്ള ഭാഗമാണ് പെൽവിക്. പെക്ടറൽ നമ്മുടെ കൈയിൻ്റെ ഭാഗം, നമ്മുടെ ലെഗ് ആരംഭമാണ് പെൽവിക് റീജിയൻ. അതൊക്കെ നിങ്ങൾ ഇനി ഒന്നുകൂടെ പഠിക്കും, പെൽവിക് ബോണൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പെൽവിക് വാൾ കഴിഞ്ഞ വർഷം നിങ്ങൾ സ്കെൽറ്റസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പെൽവിക് വാൾ ആൻഡ് യൂട്രസ്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്, യൂട്രസ്. അപ്പം ഈ പെൽവിക് വാളിനെയും യൂട്രസുമായി ഇത് അറ്റാച്ച് ചെയ്യുന്നത് ചില ലിഗമെൻസ് ആണ്. അത് ബൈ ഒവേറിയൻ ലിഗമെൻസ്. അപ്പോൾ ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ലോവർ അബ്ഡമൻ ആൻഡ് അറ്റാച്ച്ഡ് ടു പെൽവിക് വാൾ ആൻഡ് യൂട്രസ്. UT ആണ്, UTERUS, യൂട്രസ് ബൈ ഒവേറിയൻ ലിഗമെൻസ്. ഇനി ഓവറിയുടെ ലെങ്ത് എന്ന് വലിപ്പം എന്ന് പറഞ്ഞാൽ ഈച്ച് ഓവറി ഈസ് 2 to 4 centimeter in length എന്നാണ്. 2 to 4 centimeter in length. ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 2 to 4 centimeter ആയിരിക്കും. ഇനി ഒരു ഓവറിയുടെ ഘടന എടുക്കുകയാണെങ്കിൽ ഈച്ച് ഓവറി ഈസ് കവേർഡ് ബൈ എപ്പിത്തീലിയം. ഈച്ച് ഓവറി കവേർഡ് ബൈ എപ്പിത്തീലിയം. എപ്പിത്തീലിയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താ പറയുക, കവറിങ് ടിഷ്യൂ ആണ്. ഇനി ആ എപ്പിത്തീലിയത്തിനുള്ളിലുള്ള ഭാഗമാണ്, അതിനെയാണ് സ്ട്രോമ എന്ന് പറയുക. എപ്പിത്തീലിയത്തിനുള്ളിലുള്ള ഭാഗമാണ് സ്ട്രോമ. ഒരു ഓവറിയെ പൊതിഞ്ഞൊരു എപ്പിത്തീലിയമുണ്ട്, അതിനുള്ളിൽ സ്ട്രോമയുണ്ട്. ഇനി ഈ സ്ട്രോമയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. സ്ട്രോമ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ റീജിയൻ, ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. രണ്ട് ഭാഗങ്ങളാണ്. അത് നമ്മൾ പഠിക്കും. ഇതിനകത്താണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഓവം രൂപം കൊള്ളുക. അപ്പം നമ്മൾ ഓവറിയെക്കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഓവറി ഫങ്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് എഗ് ആൻഡ് ovarian hormone, located on each side of the lower abdomen and attached to the pelvic wall and uterus by ovarian ligaments. Each ovary is 2 to 4 centimeter in length. It is covered by epithelium and inside a stroma. Stroma has two portions, outer cortex, inner medulla. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അസസറി ഡെക്സ് ആണ്. ഓർക്കുക, ഇതാണ് ഓവറി, ഇത് രണ്ട് ഓവറിയാണ്. ഇപ്പോൾ ഓവറിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിൻ്റെ ഇപ്പോൾ ലോവർ അബ്ഡമിൻ്റെ രണ്ട് സൈഡിലായിട്ട് എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡക്റ്റാണ് ഇതാണ് ഡക്റ്റ്. ഇവിടം വരുന്ന ഇവിടം വരെയുള്ള ഇതാണ് ഡക്റ്റ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അടുത്ത ഭാഗം അസസറി ഡെക്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അസസറി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് എ പെയർ ഓഫ് ഓവിഡക്ട്സ്, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്സ്. അണ്ടവാഹിനി എന്നാണ്, കാരണം അതിനകത്ത് അണ്ടം പ്രവഹിക്കുന്നത് കൊണ്ടാണ്. ഡയഗ്രം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതാണ്, ഓർക്കുക, ഇതാണ് ഓവറി. ഓവറിയുടെ ഇതാന്ന് നോക്കുക. ഓവറിയുടെ നിന്നും തുടർച്ചയായി കാണുന്ന ഈ ട്യൂബാണ്, ഇതാണ് ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ്. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗമാണ് ഇൻഫെൻഡിബുലം. രണ്ടാമത്തെ ഭാഗം ആംബുള. മൂന്നാമത്തെ ഭാഗം ഇസ്തുമസ്. ഓർക്കുക, ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബിന് 3 ഭാഗങ്ങളാണ്. 1 ഇൻഫെൻഡിബുലം, 2 ആംബുള, 3 ഇസ്തുമസ്.
ഓർക്കുക. ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് 3 പാർട്സ്. ഒന്ന് ഇൻഫൻഡിബുലം, രണ്ട് അംബുള, മൂന്ന് ഇസ്തുമസ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 3 ഭാഗങ്ങളിൽ ഓവറിയുമായി വളരെ ക്ലോസായി കാണപ്പെടുന്ന ഭാഗമാണ് ഇൻഫൻഡിബുലം. അപ്പോൾ ഈ ഓവറിയിൽ നമ്മൾ പറഞ്ഞു, ഓവറിയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ് അല്ലെങ്കിൽ ഓവത്തിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പം എഗ്ഗ് ഓവറിയിൽ രൂപം കൊണ്ടു കഴിഞ്ഞാൽ ആ എഗ്ഗ് ഓവറിൽ നിന്നും പുറത്തേക്ക് വരും. അതിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. അത് നമ്മളിനി പഠിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ ആഫ്റ്റർ ഓവുലേഷൻ എഗ്ഗ് come into the first part of the oviduct അല്ലെങ്കിൽ ഇൻഫൻഡിബുലം. ഇനി ഇൻഫൻഡിബുലം വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഈ ഓവറിയുമായി കണക്ട് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാണ് ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഓർക്കുക. അപ്പോൾ ഇൻഫൻഡിബുലം എന്ന് പറഞ്ഞാൽ ഫണൽ ഷേപ്പ്ഡ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ആണ്. അത് വെരി ക്ലോസ് ടു ദ ഓവറിയാണ്. ഇനി അതിൻ്റെ ഇതിൻ്റെ എഡ്ജസിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. അപ്പോൾ ഫിംബ്രിയാണ് ഹെൽപ്പ് ദ കളക്ഷൻ ഓഫ് ഓവം ഫ്രം ഓവറി ആഫ്റ്റർ ഓവുലേഷൻ. ഓർക്കുക. അപ്പോൾ ഒന്ന് ഇൻഫൻഡിബുലമാണ്. ഇൻഫൻഡിബുലം ഫണൽ ഷേപ്പ്ഡ് പാർട്ടാണ്. funnel shaped part, closer to ovary, its edges contain finger like projections called fimbriae, FIMBRIAE, which help collection of ovum after ovulation. ഓർക്കുക. അപ്പോൾ ഇൻഫൻഡിബുലം is a funnel shaped part closer to ovary. Its edges contain finger like projections, fimbriae. ഇതാണ് ഫിംബ്രിയെ, which collects ovum from ovary after ovulation. അപ്പോൾ ഈ എഗ്ഗ് ഇതിനകത്തൊരു മൂവ്മെൻ്റ് ഉണ്ടാകും. ആ മൂവ്മെൻറ്റിലൂടെ ആംബുള ഇസ്തുമസ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് ആംബുള. അപ്പോൾ ആംബുള ഒരു വൈഡ് പാർട്ടാണ്. അപ്പോൾ ഇൻഫൻഡിബുലം ലീഡ്സ് ടു ഇതിപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇൻഫൻഡിബുലമാണ്. അപ്പോൾ ഇൻഫൻഡിബുലം ലീഡ്സ് ടു വൈഡർ പാർട്ട്, ഒരു വൈഡർ പാർട്ടാണ്. അതാണ് ആംബുള. ഓർക്കുക. അപ്പോൾ ഇൻഫൻഡിബുലം ഇങ്ങനെ ലീഡ്സ് തുറക്കപ്പെടുന്ന ഒരു വൈഡർ പാർട്ടാണ് ആംബുള, ഈ ഭാഗം. ഇനി അതിന് ലാസ്റ്റ് പാർട്ടായിട്ട് വരും. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ്, ഓർക്കുക, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് ഉണ്ടാവുക. അപ്പോൾ ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ്, അപ്പോൾ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് ഇതാണ് യൂട്രസ്. അപ്പോൾ യൂട്രസുമായി ചേരുന്ന ഭാഗമാണ് ഇസ്തുമസ്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ആൻഡ് ഇറ്റ് ജോയിൻസ് ദ യൂട്രസ്.
ഓക്കെ, അപ്പം 3 ഭാഗങ്ങൾ പറഞ്ഞു: ഇൻഫൻറ്റിബുലം, ആംബുല, ഇസ്തമസ്. അപ്പം എ പെയർ ഓഫ് ഓവിഡക്റ്റ്, അല്ലെങ്കിൽ 2 എണ്ണമുണ്ട്. 2 ഓവറിൽ നിന്നും 2 ഓവിഡക്ട്സ് ഉണ്ട്. പക്ഷേ ഒരു യൂട്രസേ ഉള്ളൂ, ഓർക്കുക. അപ്പോൾ അടുത്ത അസസറി ഡക്റ്റാണ് യൂട്രസ്. ഇനി യൂട്രസിന് വേറൊരു പേരും പറയും, എന്നും പറയും. WOMB, യൂട്രസ്. അപ്പോൾ യൂട്രസിനെ നമുക്ക് അതിൻ്റെ ഷേപ്പ്, ഇതാണ് യൂട്രസ്, ഓർക്കുക. ഇതൊരു സഞ്ചി പോലെയാണ്. ഇതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഇൻവേർട്ടഡ് പിയർ ഫ്രൂട്ട്സ് ആയിരിക്കും. അത് ഇൻവേർട്ട് ചെയ്ത് തിരിഞ്ഞിരിക്കുന്നത് പോലെ കാണും. ഇൻവേർട്ടഡ് പിയർ ഷേപ്പാണ് യൂട്രസിനുള്ളത്. ഇനി ഈ യൂട്രസ് ഓപ്പൺസ് വജൈന. ഇത് വജൈനയിലേക്ക് തുറക്കാം ത്രൂ ഒരു നാരോ പാർട്ടുണ്ട്. ആ നാരോ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ഓർക്കുക, ഇതാണ് സെർവിക്സ്. അപ്പോൾ ഇത് യൂട്രസ് ആണ്, ഇതാണ് വജൈന, ഈ ഭാഗമാണ് വജൈന. അപ്പോൾ വജൈനയിലേക്ക് തുറക്കുന്ന ഒരു നാരോ പാർട്ടുണ്ട്. ഇതാണ് ആ നാരോ പാർട്ട്. ഈ നാരോ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ഇനി ആ സെർവിക്സിനുള്ളിൽ ഒരു കനാലുണ്ട്. ഈ കനാലിനെ വിളിക്കുന്ന പേര് സെർവൈക്കൽ കനാൽ എന്നാണ്. സെർവൈക്കൽ കനാൽ. അപ്പോൾ ഇത് സെർവിക്സ്, ഇത് സെർവൈക്കൽ കനാൽ, ഇത് വജൈന. ഓർക്കുക. അപ്പോൾ യൂട്രസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഷേപ്പ്, അത് തുറക്കുന്നത് വജൈനയിലേക്ക് ഒരു നാരോ പാർട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെർവിക്സ്. ഇനി ആ സെർവിക്സിലൊരു ക്യാവിറ്റി ഉണ്ട്, അറയുണ്ട്. ക്യാവിറ്റി ഓഫ് സെർവിക്സിനെ വിളിക്കുന്ന പേരാണ് സെർവൈക്കൽ കനാൽ. അല്ലെങ്കിൽ ഈ സെർവൈക്കൽ കനാലും ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർവൈക്കൽ കനാൽ ആൻഡ് വജൈന. ഇനി അടുത്ത ഭാഗമാണ്, അടുത്ത ഡക്റ്റാണ് വജൈന. ഈ സെർവൈക്കൽ കനാലും വജൈനയുമാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് വിളിക്കുക. അത് നമ്മൾ പഠിക്കും. ഓർക്കുക, ഈ യൂട്രസിലാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഗോട്ട് ബ്ലാസ്റ്റോസിസ്റ്റായി മാറും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇതിൻ്റെ ഇന്നർ വാളിൽ പറ്റിപ്പിടിച്ച് വളർന്ന് ഫീറ്റസായി മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നത് ഈ സെർവൈക്കൽ കനാലിലൂടെയും വജൈനയിലൂടെയുമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് സെർവൈക്കൽ കനാലിനെയും വജൈനയെയും നമുക്ക് ബർത്ത് കനാൽ എന്ന് വിളിക്കാം. ബർത്ത് കനാൽ, ഓർക്കുക. ഇനി ഈ യൂട്രസിൻ്റെ ഈ ഭാഗത്തെ യുട്ടീരിയൻ ഫണ്ടസ്, ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് യുട്ടീരിയൻ ഫണ്ടസ്. അത് ആ ഭാഗം. ഇനി ഓർക്കുക, ഇനി ഇതിൻ്റെ വാൾ, ദ വാൾ ഓഫ് ദ യൂട്രസ് കണ്ടെയ്ൻ 3 പാർട്സ്. 3 ലെയേഴ്സ് ഉണ്ടാകാം. ഏറ്റവും പുറമേയുള്ള ലെയർ, ഓർക്കുക, ഏറ്റവും പുറമേയുള്ള ലെയർ, ഇതാണ് ഏറ്റവും പുറമേയുള്ള ലെയർ. അതിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം. ഓർക്കുക, പെരിമെട്രിയം. അത് തിൻ മെമ്പറൈനാണ്. പെരിമെട്രിയം തിൻ മെമ്പറൈനാണ്. പെരിമെട്രിയം തിൻ മെമ്പറൈൻ. ഇനി അതിനിടയ്ക്കുള്ളതാണ് മയോമെട്രിയം. ഇതാ ഇടയ്ക്കുള്ള ഈ പാർട്ടാണ് മയോമെട്രിയം. മയോമെട്രിയത്തിൽ സ്മൂത്ത് മസിൽസ് ആണ് ഉള്ളത്. സ്മൂത്ത് മസിൽസിൻ്റെ സ്ട്രോങ് കോൺട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫീറ്റസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ യൂട്രസിൻ്റെ മയോമെട്രിയത്തിലെ സ്മൂത്ത് മസിൽസിൻ്റെ സ്ട്രോങ് കോൺട്രാക്ഷൻ മുഖേന ആ ഫീറ്റസ് വെളിയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുക. അപ്പോൾ സ്ട്രോങ് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ലീഡ്സ് ഡെലിവറി ഓഫ് ദ ബേബി. അപ്പം ഈ സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ മൂലം സ്ട്രോങ് കോൺട്രാക്ഷൻ ലീഡ്സ് ഡെലിവറി ഓഫ് ബേബി.
ഓർക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാർച്വറേഷനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ എന്നാൽ ഇത് ബെർത്ത് കനാൽ എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺട്രാക്ഷൻ മൂലം, സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ മൂലമാണ് ഫീറ്റസ് സർവൈക്കൽ കനാൽ വജൈനയിലൂടെ പുറത്തേക്ക് വരിക. അപ്പം മിഡിൽ റീജിയനാണ് മയോമെട്രിയം വിച്ച് കണ്ടെയ്ൻ സ്മൂത്ത് മസിൽസ്. ആൻഡ് ആൾസോ ഇന്നർ വാൾ, ഓർക്കുക, ദ ഇന്നർ വാൾ ഓഫ് ദ യൂട്രസ്, ദാറ്റ് ഈസ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം ഓർക്കണം. എൻഡോമെട്രിയം ഗ്ലാൻഡുലാർ ആണ്, ഗ്ലാൻഡുലാർ, because it contains so many glands, glandular. അപ്പോൾ wall of the uterus contain 3 parts: outer perimetrium, thin membrane, middle myometrium which contains smooth muscles, and also inner endometrium, that is glandular. That is about uterus. The next accessory duct, that is vagina. അപ്പം നമ്മൾ യൂട്രസ് പറഞ്ഞു, സർവൈക്സ് പറഞ്ഞു, ഇനി ലാസ്റ്റ് വൺ അക്സസറി ഡക്ട്സ്, വജൈന. അപ്പോൾ യു നോ വാട്ട് ഈസ് വജൈന? വജൈന എന്ന് പറഞ്ഞാലും ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് സർവൈക്കൽ കനാലിൽ തുടർച്ചയായി കാണപ്പെടുന്ന ട്യൂബാണ് വജൈന. അതിനെ നമുക്ക് ബെർത്ത് കനാൽ എന്നും പറയാം. ഓർക്കുക, നമുക്ക് ഇത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ടിൽ വ്യൂ നമുക്ക് 2 ഓവറി കാണാൻ കഴിയും. അതിനോടനുബന്ധിച്ചുള്ള പാർട്ടാണ് ഇത്, ശ്രദ്ധിക്കുക. ഡയഗ്രാം ടെക്സ്റ്റിലുണ്ട്, ഈ 2 ഡയഗ്രാമുണ്ട്. ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഇത് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം കണ്ടു കഴിഞ്ഞു. അക്സസറി ഡക്റ്റ്, ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, ദെൻ സർവിക്സ്, ദെൻ വജൈന. ഇനി നമ്മൾ സൈഡ് വ്യൂ കണ്ടാൽ നമുക്കിത് കാണാൻ കഴിയും. ഓർക്കുക, ഇതാണ് യൂട്രസ്. ഓർക്കുക, അപ്പോൾ ഇത് ഈ ഭാഗം വരും സെർവിക്സ്. ഇത് വജൈന. ഇനി വജൈന തുറക്കപ്പെടുന്നത്, അതേപോലെ ഇതാണ് യൂറിനറി ബ്ലാഡർ. അപ്പോൾ യൂറിനറി ബ്ലാഡർ തുറക്കുന്ന ഇതാണ് യുറീത്ര. ആ ഡക്റ്റാണ്, അതിനെയാണ് നമ്മൾ യുറീത്ര എന്ന് പറയുക. യുറീത്ര തുറക്കപ്പെടുന്ന ഭാഗമാണിത്. അത് യുറീത്രൽ ഓപ്പണിംഗ്. ഇതാണ് യുറീത്രൽ ഓപ്പണിംഗ്. ഈ ഭാഗത്തെയാണ് നമ്മൾ യുറീത്രൽ ഓപ്പണിംഗ് എന്ന് വിളിക്കുക. ഇത് തുറക്കപ്പെടുക. ഇത് വജൈന, ഇത് വജൈനൽ ഓർഫീസ്. ഈ ഭാഗമാണ് വജൈനൽ ഓർഫീസ്. വജൈന തുറക്കപ്പെടുന്ന ഈ ഭാഗമാണ്. ഇതാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. അത് നമ്മൾ ലാസ്റ്റ് പറയും. അപ്പം നമ്മളിപ്പോൾ അക്സസറി ഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണ്. എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ വജൈന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ഓർക്കുക, അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഇതാണ്. എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ 2 തരം ഫോൾഡ് ഓഫ് സ്കിന്നാണ്, മടക്കുകൾ, ഫോൾഡ് ഓഫ് സ്കിൻ. ആ ഫോൾഡ് ഓഫ് സ്കിന്നിൻ്റെ മുകളിലായിട്ട് ഒരു ഫാറ്റി ടിഷ്യൂ ഉണ്ട്, ക്യൂഷൻ ഫാറ്റി ടിഷ്യൂ. അതിനെ വിളിക്കുന്ന പേരാണ് മോൺസ് പബിസ്. ഇപ്പോൾ എക്സ്റ്റേണൽ ജെറ്റിലെ 1ാമത്തെ ഭാഗമാണ് മോൺസ് പബിസ്. മോൺ പബിസ് ക്യൂഷൻ fatty tissue covered by skin and pubic hair. ഇതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റലിലെ നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ ഒരു ക്യൂഷൻ ഫാറ്റി ടിഷ്യൂ കവറിങ് ബൈ സ്കിൻ ആൻഡ് പബിക് ഹെയർ, അതിനെയാണ് മോൺസ് പബിസ് എന്ന് പറയുക. ഇനി മോൺസ് പബിസിന് താഴെയായിട്ട് നമുക്ക് 2 തരം ഫോൾഡ് ഓഫ് സ്കിൻസ് ഉണ്ട്. ഔട്ടർ ഫോൾഡ് ഓഫ് സ്കിന്നിനെയാണ് ലേബിയ മെജോറ. ഔട്ടർ ഫോൾഡ് ഓഫ് സ്കിന്നാണ് ലേബിയ മെജോറ.
അത് ഫ്ലഷി folds of tissue which extends down from the mons pubis, നമ്മൾ നേരത്തെ പറഞ്ഞത് മോൻസ് പബിസിൽ നിന്നും, ആൻഡ് surrounded the vaginal opening. ഓർക്കുക, നമ്മൾ നോക്കാം. ഏകദേശം ഇതാണ് വജൈനൽ ഓപ്പണിംഗ്. ഇതാണ് ഏകദേശം മോൻസ്. ഇതിപ്പോൾ സൈഡ് വ്യൂ ആണ്. മോൻസ് പബിസ് ഈ ഭാഗത്ത് വരും, അതിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ കണക്കതായി രണ്ട് തരം ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. ഔട്ടർ ഫോൾഡ് ഓഫ് സ്കിന്നാണ് ലേബിയ മെജോറ. ലേബിയ മെജോറ. അപ്പോൾ ഇതാണ് ലേബിയ മെജോറ. ഇനി അതിനുള്ളിലായി കാണപ്പെടുന്നത് ഇതാണ്. ഈ ഫോൾഡ് ഓഫ് സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ. അപ്പോൾ പുറമേ ഉള്ളത് ലേബിയ, ഇത് ലേബിയ മെജോറ. അതിനുള്ളിലുള്ള ഈ ഫോൾഡ് ഓഫ് സ്കിന്നാണ് ലേബിയ മൈനോറ. ഓർക്കുക. അപ്പോൾ ലേബിയ മെജോറ ഫ്ലഷി ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ വിച്ച് എക്സ്റ്റെൻസ് ഡൗൺ ഫ്രം ദ മോൻസ് പബിസ് ആൻഡ് സറൗണ്ടഡ് ദ വജൈനൽ ഓപ്പണിംഗ്. ഇനി മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞത് ലേബിയ മൈനോറ. മൈനോറ എ പെയർ ഓഫ് ഫോൾഡ് ഓഫ് സ്കിൻ. അത് ഇത് തന്നെയാണ്. എ പെയർ ഓഫ് ഫോൾഡ് ഓഫ് സ്കിൻ അണ്ടർ ദ ലേബിയ മെജോറ. ലേബിയ മെജോറ ഓർക്കണം. അപ്പോൾ ഈ നീല ഭാഗം എന്നുള്ളത് ലേബിയ മെജോറയാണ്. അതിനുള്ളിലായി ചുമന്ന് കാണുന്ന ആ ഫോൾഡ് ഓഫ് ആണ് ലേബിയ മൈനോറ. അപ്പോൾ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിലേക്കാണ് നമ്മൾ യുറീത്രൽ ഓപ്പണിങ്ങും വരിക, അതേപോലെ വജൈനൽ ഓർഫീസും വരിക. ഇനി ഈ ലേബിയ മൈനോറ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ലേബിയ മൈനോറെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ദ വജൈന, യുറീത്രൽ ഓപ്പണിങ്ങും അതോടൊപ്പം തന്നെ വജൈനൽ ഓർഫീസും ഇവിടെയാണ് തുറക്കപ്പെടുക. എന്നാൽ ഓപ്പണിംഗ് ഓഫ് ദ വജൈന ഈസ് കവേർഡ് പാർഷ്യലി ബൈ എ മെമ്പറൈൻ. ഈ വജൈന തുറക്കപ്പെടുന്ന ഈ ഓപ്പണിങ്ങിൽ, ഇതാ നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ജെനിറ്റേലിയാണ്. ഇത് മൊത്തത്തിലാണ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് വൾവ. അപ്പോൾ ഇതിൽ വജൈനൽ ഓപ്പണിങ്ങിൽ ഒരു കവറിങ്, വജൈനൽ ഓപ്പണിംഗ് ഈസ് പാർഷ്യലി കവേർഡ് ബൈ എ മെമ്പറൈൻ. ആ മെമ്പറൈൻ്റെ പേരാണ് ഹൈമൻ. അപ്പോൾ നാലാമത്തെ പാർട്ട് ഹൈമൻ ആണ്. ഹൈമൻ, HYMEN. അപ്പോൾ എന്താണ് ഹൈമൻ? ദ ഓപ്പണിംഗ് ഓഫ് വജൈന ഈസ് കവേർഡ് ബൈ is covered by a membrane called hymen. ഓർക്കുക. അപ്പോൾ ഇവിടെ ഈ വജൈനൽ ഓപ്പണിങ് ഇങ്ങോട്ട് തുറക്കപ്പെടുന്നു. പക്ഷേ ആ ഓപ്പണിങ്ങിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു മെമ്പറൈൻ ഉണ്ടാകും. ആ മെമ്പറൈനാണ് ഹൈമൻ. ഈ ഹൈമന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻ്റർകോഴ്സ് സമയത്ത് അല്ലെങ്കിൽ കോയിറ്റസ് എന്ന് പറയും. അതാണ് ഇൻസെമിനേഷൻ. എക്സ്റ്റേണൽ ജെനിറ്റേലിയ മെയിൽസിലെ പെനിസ് ഈ വജൈനയിലാണ് സെമൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കോയിറ്റസ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുക. ആ സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹൈമൻ അല്ലെങ്കിൽ തിൻ മെമ്പറൈന് അത് മുറിഞ്ഞു പോകാം. അപ്പോൾ ഹൈമൻ ഈസ് ടോൺ ഡ്യൂറിങ് ഫസ്റ്റ് കോയിറ്റസ്. ഹൈമൻ ഈസ് ടോൺ ഡ്യൂറിങ് the first coitus or intercourse. ഓർക്കുക.
പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഹാർഡ് എക്സസൈസുകളോ അല്ലെ സൈക്ലിങ്ങോ അല്ലെ അത്ലറ്റ്സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈമന് നാശമുണ്ടാകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഹൈമൻ, പ്രസൻസ് ഓഫ് ഹൈമൻ വെർജിനിറ്റി, കന്യകാത്വം, ഇതിനെ കന്യകാ ചർമ്മം എന്ന് പറയാനുണ്ട്. പക്ഷേ ഇത് ഒരു കന്യകത്വത്തിന് ഒരു തെളിവായി ഇത് പറയുന്നില്ല. അപ്പോൾ വെർജിനിറ്റിക്ക് നിങ്ങൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് വളരെ ചിലക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഓർക്കുക. However, it can also be broken by sudden forward or insertion of vaginal tumor, active participation on sports like horseback riding, cycling. അപ്പോൾ അതുകൊണ്ട് ഹൈമൻ ഈസ് നോട്ട് റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഹൈമനെ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നില്ല, ഓർക്കുക. അപ്പോൾ 4ാമത്തെ റീജിയനാണ് ഹൈമൻ. ഇനി ലാസ്റ്റ് പാർട്ട് 5ാമത്തെ പാർട്ടാണ്, ഓർക്കുക. ഈ ലേബിയ മൈനോറ മുകളിൽ വരുമ്പോഴത്തേക്ക് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ലൈസ് അപ്പർ ജംഗ്ഷൻ ഓഫ്, ഇതാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലിറ്റോറിസ്, ഓർക്കുക. എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ലൈസ് അപ്പർ ജംഗ്ഷൻ ഓഫ് 2 ലേബിയ മൈനോറ എബവ് യുറീത്രൽ ഓപ്പണിംഗ്. ഇതാണ് യുറീത്രൽ ഓപ്പണിങ്ങിന് മുകളിലായിട്ട് ലേബിയ മൈനോറയ്ക്ക് അവിടെ ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രെച്ചസ് ഉണ്ടാകാം, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലിറ്റോറിസ്. അപ്പം ഫീമെയിൽസിലെ വളരെ സെൻസിറ്റീവ് പാർട്ടാണ് ക്ലിറ്റോറിസ്. മെയിൽസിൽ നമ്മൾ മോൻസ് പബീസ് പറഞ്ഞായിരുന്നു, എക്സ്റ്റേണൽ ജെനിറ്റേലിയ, പെനിസിൻ്റെ മോൻസ് പബീസ്, അത് ഗ്ലാൻസ് പെനിസ്, മോംസ് പബീസ് അല്ല, ഗ്ലാൻസ് പെനിസ്. മോംസ് പബീസ് നമ്മളെ ഇവിടുത്തെ ഇതാണ്, കുഷൻ ലൈക്ക് സ്ട്രക്ചറാണ്, ഓർക്കുക. അപ്പം മെയിലിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു അത് ഗ്ലാൻസ് പെനിസാണ്. അപ്പോൾ മെയിലിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ സെൻസറി പാർട്ട് എന്ന് പറയുന്നത് ഗ്ലാൻസ് പെനിസാണ്. എന്നാൽ ഫീമെയിൽസിൽ സെൻസറി പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള പാർട്ട് എന്ന് പറയുന്നത് ക്ലിറ്റോറിസ് ആണ്. അപ്പോൾ ഓർക്കുക, ലാസ്റ്റ് പാർട്ടാണ് ക്ലിറ്റോറിസ്. അപ്പോൾ എന്താണ് ക്ലിറ്റോറിസ്? എ ടൈനി finger like structure, a tiny finger like structure lies upper junction of 2 labia minora, ഓർക്കണം, മെജോറ അല്ല, ലേബിയ മൈനോറ, എബവ് യുറീത്രൽ ഓപ്പണിംഗ്, ഓർക്കുക. അപ്പോൾ ക്ലിറ്റോറിസ് എ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ലൈസ് അപ്പർ ജംഗ്ഷൻ ഓഫ് 2 ലേബിയ മൈനോറ എബവ് യുറീത്രൽ ഓപ്പണിംഗ്. ഓർക്കുക, നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ പറഞ്ഞു യൂട്രസ്, ഇത് സെർവിക്സ്, ഇത് വജൈന, ഇത് വജൈനൽ ഒറിഫിസ്, ഇത് യൂറിനറി ബ്ലാഡർ, ഇത് യുറീത്ര, ഇത് യുറീത്രൽ ഓപ്പണിംഗ്. ഇനി ഇത് എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ വൾവയാണ്. അതിൽ നമ്മൾ പറഞ്ഞു ലേബിയ മെജോറ, ലേബിയ മൈനോറ, പിന്നെ ഹൈമൻ, പിന്നെ ക്ലിറ്റോറിസ്, പിന്നെ മോൻസ് പബീസ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, അത് ഒരു ഫാറ്റി കുഷൻ ഷേപ്പ് സ്ട്രക്ചറാണ്. കുഷൻ ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ പബി ഹെയർ. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ വൾവ, 1 മോൻസ് പബീസ്, 2 ലേബിയ മെജോറ, 3 ലേബിയ മൈനോറ, 4 ഹൈമൻ, 5 ക്ലിറ്റോറിസ്. അപ്പം നമ്മൾ ഓർക്കുക, ആദ്യമേ പറഞ്ഞു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടൈൻ ഓവറി, ദെൻ അസസറി ഡക്റ്റ്, ഓവിഡക്ട്സ്, യൂട്രസ്, സെർവിക്സ്, വജൈന. ഇനി നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റേലിയ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് മാമറി ഗ്ലാൻഡാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും. ഓർക്കുക, നമ്മളിപ്പോൾ ഇത്രയും കവർ ചെയ്തു. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, 2 ഡയഗ്രാം നമുക്ക് വിടംബരമായി. ഇനി അടുത്തത് മാമറി ഗ്ലാൻഡ്, ദെൻ ഗമറ്റോജനസിസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഇനിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.